മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോൻ്റെ ഡ്യുവറ്റാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറിയാണ്. അതേപോലെ തന്നെ ജനറൽ സർവീസ്, പൊല്യൂഷൻ ടെസ്റ്റ്, അതേപോലെ ഫ്രണ്ട് ചെറിയൊരു ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു ചെറിയ ചാട്ടം ഉണ്ടെന്നുള്ള ദിവസം പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ബ്രേക്കിന് അങ്ങനെ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ, ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് വരാം നമുക്കിതിന്. അപ്പോൾ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ആയാലും വേരിയേറ്റർ ബോഡി, റോളർ കാര്യങ്ങളൊക്കെ ആയാലും നോർമൽ രീതിയിലുള്ള തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ. ബെൽറ്റിന് പൊട്ടലോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ക്ലച്ച് CVT ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണത്. അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോഴും അതും നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കണുണ്ട്, വല്ല ലീക്കേജോ കാര്യങ്ങളൊന്നും ഓക്കെ എന്നാണ്, വേറെ ലീക്കൊന്നുമില്ല, പക്കയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് അഴിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കും. അപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയ കാരണമാണ്. ഫ്രണ്ടും കൂടി ഒന്ന് അഴിച്ചിട്ട് നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് മായിക്കോളൂ കേട്ടോ. വേറെ കംപ്ലയിൻ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കി തോന്നിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാറ്ററി നോക്കുന്ന സമയത്ത് നമുക്ക് 12.8 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വോൾട്ട് ഉണ്ട്. 2023 മോഡൽ ആമറോണാണ് ഇരിക്കുന്നത്, ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പുറത്തേക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എഞ്ചിൻ ഓയിൽ നോക്കിയിരുന്നു, വലിയ കളർ വ്യത്യാസമില്ല, നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. 3000 കിലോമീറ്ററാണ് ഒരു പ്രാവശ്യം ഓയിൽ മാറ്റിയാൽ അടുത്ത 3000ത്തിലാണ് നെക്സ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം. കാരണം ഞാൻ അലച്ചിലുള്ള ഓട്ടമൊന്നും ഇല്ല, വണ്ടി നല്ല പക്കയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ രീതികൾ പ്രോപ്പർ ആണെങ്കിൽ കാര്യമായിട്ടുള്ള അഴുക്ക് അതിൻ്റെ ഉള്ളിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ നോക്കി 100% നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി നോക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നണില്ല. അപ്പോൾ 3000 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് മാറ്റിയിടണമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിൽ ഉൾപ്പെടുത്തില്ല, ബാക്കിയതൊക്കെ എല്ലാം സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ഉൾപ്പെടുത്തി, പൊല്യൂഷൻ ടെസ്റ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടാൽ കേട്ടോ, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.